ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഓൺ വോയിസിൽ വരാൻ കാരണം ഞാനും ഏട്ടനും മക്കളും കൂടി ഇന്നൊരു മൂവി കാണാൻ പോയി. എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു ആ മൂവിയെക്കുറിച്ച്. അപ്പം മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ടല്ലല്ലോ നമ്മൾ ഓരോ കാര്യങ്ങളും വിശ്വസിക്കേണ്ടത്. നമ്മൾ നേരിട്ട് അറിഞ്ഞിട്ട് വേണം ഓരോ കാര്യങ്ങളും വിശ്വസിക്കുക, അല്ലേ? അപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടി നമുക്കും ഒരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ മറ്റുള്ളവർ പറയുന്നത് തന്നെയാണോ സത്യാവസ്ഥ? അപ്പം നേരിട്ട് നമ്മൾ അറിയുമ്പോഴാണ് അതിൻ്റെ ഒരു ഗൗരവം നമുക്ക് മനസ്സിലാവുന്നത്, അതിൻ്റെ ആ റിസൾട്ട് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ മൂവി കാണാൻ പോയി. അതിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ നമുക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത്, അപ്പോൾ പടം ഏതാണെന്നാവും അല്ലേ? വാഴ 2 ആണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്, എൻ്റെ പൊന്നും മക്കളെ, ഒരു രക്ഷയില്ല കേട്ടോ. സൂപ്പറാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട മൂവിയാണ്. എനിക്കിഷ്ടപ്പെട്ടു, മക്കൾക്ക് ഇഷ്ടപ്പെട്ടു, ഏട്ടന് ഇഷ്ടപ്പെട്ടു, നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു മൂവി. എന്താ പറയുക, നല്ലൊരു മൂവി. ഇത്രയും ഇപ്പോൾ ഈ ഇടക്കാലം വെച്ച് ഒരുപാട് പടങ്ങൾ റിലീസായിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുമുണ്ട്. അതിനൊന്നും റിവ്യൂ പറയാൻ എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ വാഴ 2 ഒരു റിവ്യൂ പറയണം എന്ന് എനിക്ക് തോന്നി. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ആ സിനിമയുടെ ലാസ്റ്റ് ഭാഗങ്ങളൊക്കെ അത്രയും നമ്മുടെ മനസ്സിനെ ടച്ച് ചെയ്യുന്ന കാര്യങ്ങളായിരുന്നു. അതിൻ്റെ ഇതിൽ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിനകത്ത് എല്ലാം കൂടി ഒത്തിണങ്ങിയ ഒരു സംഭവമാണ് ഉള്ളത്. അപ്പോൾ ഓരോരാളെ ചോയ്സിലും ഓരോരോ പോർഷൻസ് ആയിരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുക. എനിക്ക് പേഴ്സണലി കുറച്ച് കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം എനിക്ക് ചിലപ്പോൾ ഓരോരോ ഫാമിലിയിലെ ആ ഒരു സംഭവങ്ങളായിരിക്കും അങ്ങനെ തോന്നിപ്പിക്കുന്നത്. അപ്പോൾ ടോട്ടലി നോക്കുവാണെങ്കിൽ അത്രയും മനസ്സും കണ്ണും നനയിപ്പിച്ച നല്ലൊരു മൂവി. ഇപ്പം പാരൻസിനോടുള്ള റിലേഷൻഷിപ്പായാലും, ഫ്രണ്ട്സുകൾ തമ്മിലുള്ളതായാലും, ബ്രദറും സിസ്റ്ററും തമ്മിലുള്ളതായാലും, ബ്രദേഴ്സ് തമ്മിലുള്ളതായാലും, അങ്ങനെ എല്ലാം കൊണ്ടും ഒത്തിണങ്ങിയ, നമുക്ക് കുടുംബ പ്രേക്ഷകർക്ക് ഒന്നിച്ച് പോയിരുന്ന് കാണാൻ പറ്റുന്ന നല്ലൊരു മൂവി. അപ്പം ഞാനൊരു പടത്തിൻ്റെ റിവ്യൂ പറഞ്ഞിട്ടില്ല, പക്ഷേ എന്തോ എനിക്കിത് വല്ലാതെ കണ്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ ഈ റിവ്യൂ പറയുന്നത്. ഇപ്പം ഈ വാഴ 2 കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കുടുംബസമേതം തിയേറ്ററിൽ പോയിരുന്ന് വാഴ 2 കാണുക. എന്തായാലും നഷ്ടം വരില്ല, ഉറപ്പാണ്. നമ്മൾ കുടുംബം, ഈ ഫാമിലി, അതായത് ഈ അച്ഛനമ്മ മക്കൾ ഉള്ളവർ എന്തായാലും പോയിരുന്ന് എന്തായാലും കാണേണ്ട പടം തന്നെയാണ് കേട്ടോ. ഒരു കുടുംബത്തിൽ 2 മക്കളുണ്ടാകുമ്പോൾ ഉള്ള അവസ്ഥകളും അങ്ങനെയുള്ളവരൊക്കെ തീർച്ചയായിട്ടും പോയിരുന്ന് കാണണം. അല്ലാത്തവരും പോയിരുന്ന് കാണണ്ടെന്നല്ല, എല്ലാവരും പോയിരുന്ന് കാണും. എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു മൂവി തന്നെയാണ്. അപ്പോൾ വാഴ 2-ൻ്റെ എല്ലാ അണിയറ പ്രവർത്തകർക്കും, ഡയറക്ടർ, പ്രൊഡ്യൂസർ, എല്ലാവർക്കും പിന്നെ ഒത്തിരി താങ്ക്സ്. ഇങ്ങനെയുള്ള നല്ലൊരു മൂവി ഞങ്ങളിലേക്ക് എത്തിച്ചതിനും ഒത്തിരി താങ്ക്സ്. ഇനിയും പിന്നെ പറയേണ്ടത്, ഇതിലെ ഓരോ അഭിനയിച്ചവരെ കുറിച്ച് ഇനി പറയാനൊന്നുമില്ല. ആ ഒരു 4 അംഗ കൂട്ടത്തിൻ്റെയൊക്കെ ഞാൻ റീൽസൊക്കെ ഇപ്പോഴാണ് കാണുന്നത്. അപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു ആ ഒരു കൂട്ടായ്മ, ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവർക്ക് ഇനിയും ഇതിനുള്ള എല്ലാവർക്കും ഇനിയും ഒരുപാട് അവസരങ്ങൾ വരും എന്നുള്ള, അവർ ഇനിയും ഉയരങ്ങളിലേക്ക് തന്നെയാണ്, അതിനുള്ള തെളിവ് തന്നെയാണ് ഈ വാഴ 2 എന്ന് പറയുന്നത്. ഒത്തിരി അവസരങ്ങൾ, അവർ ഉയരങ്ങളിൽ നിന്നും ഉയരങ്ങളിലേക്ക് തന്നെ എത്തട്ടെ. അവർക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടട്ടെ. ഇതുപോലുള്ള നല്ല മൂവികൾ നമ്മൾക്ക് എത്തിച്ചു തരാൻ അവർക്ക് സാധിക്കട്ടെ. അപ്പം വാഴ 2-ൻ്റെ എല്ലാ അണിയറ പ്രവർത്തകർക്കും ഒന്നും കൂടി താങ്ക്സ് പറയുകയാണ്. ഇതുപോലുള്ള നല്ല മൂവികൾ ഇനിയും പ്രതീക്ഷിക്കുന്നു. ഇതുപോലുള്ള നല്ല മൂവികൾ തരാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ വാഴ 2-ൻ്റെ എല്ലാ അണിയറ പ്രവർത്തകർക്കും ഓൾ ദി ബെസ്റ്റ്. സർവേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അപ്പോൾ ഇങ്ങനൊരു മൂവി തന്നതിന് ഒത്തിരി താങ്ക്സ്. നമ്മുടെ മനസ്സും കണ്ണും നനയിപ്പിച്ച് മനസ്സ് നിറയെ നല്ലൊരു മൂവി തന്നതിന് ഒത്തിരി താങ്ക്സ്. ഈ മൂവി കാണാത്തവരുണ്ടെങ്കിൽ, വാഴ 2 കാണാത്തവരുണ്ടെങ്കിൽ, നിങ്ങളെല്ലാവരും വാഴ 2 തിയേറ്ററിൽ പോയി തന്നെ ഇരുന്ന് കാണുക. അപ്പോൾ നല്ലൊരു കുടുംബ മൂവി കണ്ട് ആസ്വദിക്കുക. ഓക്കെ, താങ്ക് യു, ബൈ.